ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡാറ്റാ സയൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് രണ്ട് പാർട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സും ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും. അപ്പോൾ അതിൽ തന്നെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന കീ ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സോ അതിൽ ഫസ്റ്റ് വരുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അതായത് നമുക്ക് കുറേ സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഈ നമ്പേഴ്സിനെ എല്ലാത്തിനെയും കൂടെ യൂണീക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ ഒരു സിംഗിൾ നമ്പർ യൂസ് ചെയ്യാം. അപ്പോൾ അത് പല മെട്രിക് അതിനുണ്ട്. മീൻ, മീഡിയൻ, മോഡ് എന്ന് പറഞ്ഞിട്ട് 3 ടൈപ്പ് ഓഫ് മെട്രിക്കുകൾ നമുക്കുണ്ട്. ഇതിനെല്ലാത്തിനെയും നമ്മൾ കോമൺ ആയിട്ട് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന പേരിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം വരുന്ന കുറച്ച് കൺസെപ്റ്റാണ് പെർസെൻറ്റൈൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വാർട്ടൈൽസ്, Q1, Q2, Q3 എന്ന് പറഞ്ഞിട്ട് ക്വാർട്ടൈൽസ് ഉണ്ട്. മറ്റ് ഡിഫറെൻറ്റ് പെർസെൻറ്റേജ് വാല്യൂസ് ഉണ്ട്. അതായത് 90th പെർസെൻറ്റൈൽ, 10th പെർസെൻറ്റൈൽ, 95th പെർസെൻറ്റൈൽ, ഇങ്ങനെ പല രീതിയിൽ അതിന് പറയാറുണ്ട്. അതിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് വരുന്നതാണ് Q1, Q2 ആൻഡ് Q3. Q1 എന്ന് പറയുന്നത് 25th പെർസെൻറ്റൈൽ, Q2 എന്ന് പറയുന്നത് 50th പെർസെൻറ്റൈൽ ആൻഡ് Q3 എന്ന് പറയുന്നത് 75th പെർസെൻറ്റൈൽ. അപ്പോൾ അതിൽ തന്നെ Q3 - Q1 ആണ് ഇൻഡോർ ക്വാർട്ടൈൽ റേഞ്ച് എന്നറിയപ്പെടുന്നത്. പിന്നെ മിനിമം, മാക്സിമം, ഇങ്ങനെ 2 മെട്രിക്കുകളുണ്ട്. അതായത് മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും എമംഗ് എ സെറ്റ് ഓഫ് നമ്പേഴ്സ്. ദെൻ ഔട്ട്ലെയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അതിൽ തന്നെ ഔട്ട്ലെയറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന Q1 ആൻഡ് IQR വെച്ചിട്ടാണ്. അതുപോലെ തന്നെ Q3 ആൻഡ് IQR വെച്ചിട്ടാണ്. അപ്പോൾ അതിനൊരു ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അതായത് ലോവർ ബൗണ്ട്, അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞ് 2 കട്ട് ഓഫ് വാല്യൂസ് ഉണ്ട്. അതിന് മുകളിലും അതിന് താഴെയും വരുന്നതിന് നമ്മൾ ഔട്ട്ലെയർ എന്ന് പറയാറുണ്ട്. ദെൻ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി കഴിഞ്ഞ് അതുപോലെ തന്നെ വരുന്നതാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. ഈ ഡേറ്റ എങ്ങനെയാണ് സ്പ്രെഡായി കിടക്കുന്നതെന്ന് പറയുന്ന കുറച്ച് മെട്രിക്കാണ്. അപ്പോൾ അതിൽ വരുന്നത് റേഞ്ച്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സി സ്കോർ, കോൺഫിഡൻസ് ഇൻ്റർവൽ. അപ്പോൾ ഇതിൽ മെയിനായിട്ടും റേഞ്ചും വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ് ആ ഡിസ്പേർഷനെ അല്ലെങ്കിൽ സ്പ്രെഡിനെ സൂചിപ്പിക്കുന്നത്. പിന്നെ വരുന്ന കുറച്ച് കൺസെപ്റ്റാണ് ഈ പറഞ്ഞ പോലെ സി സ്കോറും കോൺഫിഡൻസ് ഇൻ്റർവലും. പിന്നെ വരുന്ന ഒരു കോറായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് കോറിലേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇപ്പോൾ കോറിലേഷൻ സൂചിപ്പിക്കാനായിട്ട് നമുക്ക് 2 തരം മെട്രിക്കുകളുണ്ട്. ഒന്ന് പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻറ്റും 2 സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റും. ഇനി അതിനെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് പ്ലോട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പം കോറിലേഷൻ അനാലിസിസിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വരുന്നത് സ്കാറ്റർ പ്ലോട്ടാണ്. അപ്പോൾ അതിൽ 2 വേരിയബിൾസ് ഇൻവോൾവ്ഡ് ആയിരിക്കും. അതുകൊണ്ട് അതിനെ ബൈവേരിയറ്റ് അനാലിസിസ് എന്നും പറയാറുണ്ട്. അതുപോലെ നമുക്ക് ഹിസ്റ്റോഗ്രാംസ് ഉണ്ട്. പിന്നെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, എങ്ങനെയാണ് ഈ പറയുന്ന ഡിഫറെൻറ്റ് വാല്യൂസും അതിൻ്റെ പ്രോബബിലിറ്റിയും എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഉണ്ട്. അതിന് തന്നെ ഒരു അപ്ഡേറ്റഡ് വെർഷനാണ് ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കുറച്ച് അഡ്വാൻറ്റേജസ് അതിനുണ്ട് കമ്പയർഡ് ടു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ദെൻ നമുക്ക് വരുന്ന ഒരു മെയിൻ പ്ലോട്ടാണ് ബോക്സ് പ്ലോട്ട് എന്ന് പറയുന്നത്. ബോക്സ് പ്ലോട്ടിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഡിഫറെൻറ്റ് വാല്യൂസ്, മീഡിയൻ വാല്യൂ, Q1, Q3, ക്വാർട്ടൈൽ വാല്യൂസ്, ലോവർ ബൗണ്ട്, അപ്പർ ബൗണ്ട്, ഔട്ട്ലെയേഴ്സ്, ഇതെല്ലാം ഒറ്റ ഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു ഗ്രാഫാണ് ബോക്സ് പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് എസെൻഷ്യലി ഇത്രയും കൺസെപ്റ്റാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ എടുത്തു കഴിഞ്ഞാൽ ഡാറ്റാ സയൻസിന് ആവശ്യമായിട്ട് വരുന്നത്. ഇതൊക്കെ ഏത് കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യുന്നു, എങ്ങനെ ഇൻ്റർപ്രെറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ളതിലാണ് മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂസേജ് ഇരിക്കുന്നത്. റാദർ ദാൻ ജസ്റ്റ് ഒരു ലിസ്റ്റ് ഓഫ് ടെർമിനോളജീസ് എന്നതിലുപരി അതിൻ്റെ ആക്ച്വൽ യൂസ് വരുന്നത് അത് എപ്പോൾ, എവിടെ, എങ്ങനെ ഉപയോഗിക്കണം, ഓരോന്നിൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ്. അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് കാണുന്നതായിരിക്കും.